ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മഹത്തായ ഒരു പരിപാടിക്ക് പോകാനുള്ള ഒരുക്കത്തിലാട്ടോ. അതാണ് നേരെ തന്നെ ഞാൻ കൈക്കൊക്കെ ഇട്ട് ക്രീമൊക്കെ എടുത്ത് തേക്കുകയാണ്, അഥവാ ഫെയർ ലവ്ലി. അങ്ങനത്തെ ഒരു ക്രീമൊക്കെ എടുത്ത് ഞാൻ മുഖത്തൊക്കെ അങ്ങോട്ട് പുരട്ടി വെച്ചു ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാറുള്ളൂ. എനിക്ക് വലിയ ബൂട്ടുകളൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗൈസ് പൗഡർ എടുക്കുകയാണ്. അങ്ങനെ ജലദോഷം ആവേണ്ടത് ഞാൻ വല്ലാതാണ് പൗഡറൊന്നും ഇട്ടിട്ടില്ല, കുറച്ചെടുത്തുള്ളൂ. അങ്ങനെ ഇട്ടപ്പോൾ കൂടുതലായിപ്പോയി. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഇട്ടിട്ടാണ് മുഖത്ത് തേച്ചത്. അപ്പോൾ ഓവറായി ഗൈസ്. ഞാൻ ഇതുവരെ കുപ്പായത്തിനൊക്കെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞു. പക്ഷെ ഞാൻ ഐലൈനർ ഇടാൻ പ്രാവശ്യം തീരുമാനിച്ചിട്ടില്ല. ഇത് രാത്രി കല്യാണം ആയതുകൊണ്ട് തന്നെ എനിക്ക് രാത്രിയിലൊന്നും ഐലൈനർ ഇടുന്നത് ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് വാരി ഒതുക്കി നല്ലപോലെ കെട്ടി വെക്കാമെന്ന് കരുതി. ഇതാ മുടിയൊക്കെ വരുന്നു ഗൈസ്. അങ്ങനെ മുടിയൊക്കെ വാരി കെട്ടി വെച്ചു. അങ്ങനെ മുടി വാരൽ കഴിഞ്ഞു, കെട്ടലും കഴിഞ്ഞപ്പോൾ ഗൈസ് ആ പോണിൻ്റെ കാക്ക, അതാണ് ഗൈസ് മൈ ബ്രദർ. ഓൻ വരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഐലൈനർ ഇടണ്ടെന്ന് തന്നെ കേട്ടോ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട്. എനിക്ക് വല്ലാതെ ഇഷ്ടമല്ല ലിപ്സ്റ്റിക്ക് ഇടുന്നതൊന്നും. അങ്ങനെ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ ഒന്നാമത് ജലദോഷം തൊണ്ടവേദന തീരെ മൂടില്ലാതെ ഞാൻ പോകുന്നത് തന്നെ. കാക്ക പോരുന്നില്ലെന്ന് ഫസ്റ്റിൽ തന്നെ പറഞ്ഞു. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ചൊക്കെ നല്ലപോലെ പോകാൻ നിർത്തി. അങ്ങനെ പിന്നെ ഷാളൊക്കെ ഇട്ട് സെറ്റായി ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ പിങ്ക് കളർ ടീഷർട്ടും വൈറ്റ് ഷാളും ആണ് ഞാൻ ഇടാൻ തീരുമാനിച്ചിട്ടുള്ളത് ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയാൻ മറക്കല്ലേ. ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് അങ്ങനെ നേരെ പുറത്തിറങ്ങി. ഇമ്മാനെ വെയിറ്റിങ്ങിലാണ്. ഞാൻ നേരെ ചാടിയിട്ട് ഇമ്മാനൊക്കെ വെയിറ്റിങ്ങിലായിരുന്നു. നേരെ ചാടി. പിന്നെ എൻ്റെ അനിയൻ വന്ന് എന്നോട് ചോദിക്കുകയാണ്, ഈ എനിക്ക് കാണാൻ രസമുണ്ടോ? പിന്നെ അല്ല, അവനല്ല വീട്ടിൽ ഏറ്റവും സുന്ദരൻ. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോ കാണിച്ച് തന്ന്. അവനപ്പോൾ ഇതിനകത്ത് തോക്കെടുത്ത് വെടിവെക്കുന്നു. ഉമ്മ വരുന്നുണ്ട്, ചാടിക്കോ. അങ്ങനെ ഏതായാലും ഞാൻ ചാടി ഗൈസ്. എൻ്റെ വീട് കാണാത്തൊരാരെങ്കിലും ഉണ്ടോ? ഇതാണ് ഗൈസ് എൻ്റെ വീട്. എൻ്റെ വീട് വരുന്നത് മജീദ് കൊണ്ട് കരേക്കാട് കടമ്പ ആ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. അത് നേരെ വണ്ടി എടുത്ത് പോവാ, പാറ കയറ്റം പുറ കയറ്റി വിട്ടു കേട്ടോ. ഇങ്ങനെ അടിയിലാണ് ഗൈസ് ഞങ്ങൾ വീട് കയറ്റമായതുകൊണ്ട് തന്നെ കാണൂല. അങ്ങനെ മുകളിലോട്ട് കയറി. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെയൊക്കെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ വ്യൂ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്. എന്താ വെച്ചാൽ രാത്രിയല്ലേ, അതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. ഇനി ഞാൻ ഈ ദിവസം പകൽ വന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ശരി ഒന്നും കാണില്ല. ഇതാണ് ഗൈസിൻ്റെ വിളിച്ച് ഞാൻ വളരെ ഓക്കെ. അങ്ങനെ ആ കറ്റ റോട്ട് കൂടെ താണിയൊക്കെ കൊണ്ട് കറ്റ റോട്ട് കൂടെ ചെറുതിൽ വണ്ടി പോകുന്നത് അങ്ങനെ എത്താറായി ഗൈസ്. ആ മുമ്പിൽ പോകുന്ന വണ്ടി ഞങ്ങൾ വാച്ച് ചെയ്ത് പോവുകയാണ്. അങ്ങനെ പോയി എത്താറായി. ഏതായാലും ചെക്കൻ്റെ വീട്ടിലെത്താറായിട്ടോ. എൻ്റെ അനിയനാണ്